ദിവസം 5000 രൂപ നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ അതൊരു നല്ലൊരു വരുമാനമാണ് എന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? ഉണ്ടെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ആ ഒരു ബിസിനസ് ചെയ്യുക എന്നുള്ളതാണ്. വളരെ സിമ്പിളാണ്. നമ്മുടെ നാട്ടിൻപുറത്തും നമ്മളെ പ്രദേശത്തും നമ്മളെ ചുറ്റും കാണുന്ന ഒരു സൂപ്പർ ബിസിനസ് പ്ലാനാണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഞാനത് നേരിട്ട് കണ്ടതിൻ്റെ ഒരു അടിസ്ഥാനത്തിലും നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ്. പക്ഷേ ഈ ഒരു 5000 രൂപ എന്ന് ഞാൻ പറയുന്നത് ഏറ്റവും ബേസ് ലെവലിൽ നിന്നുകൊണ്ടാണ്, ഏറ്റവും മിനിമം നിന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത്. കാരണം അത് 5000 അല്ല, ഞാൻ മനസ്സിലാക്കിയിടത്തോളം അതൊരു 7000, 8000, 9000 വരെയൊക്കെ പോകുന്നുണ്ട്. പക്ഷേ അതിൻ്റെ മുകളിലോട്ടും പോകുന്നുണ്ട്. ആ ഒരു ഏരിയ, ആ ഒരു ഷോപ്പ് നിൽക്കുന്ന ഒരു ഏരിയനെ ബേസ് ചെയ്ത് ഒരു ഒരു സെൻറ്ററാണ്. അപ്പോൾ ആ സെൻറ്ററിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഷോപ്പാണ്. പക്ഷേ അവിടുത്തെ ഒരു കച്ചവടത്തിൻ്റെ ഒരു ബേസും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 5000 രൂപ എന്ന് പറയുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വരുമാനമാണ്. നമുക്ക് എല്ലാ ചിലവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു 5000 രൂപ പറയണത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി നടക്കുന്ന ബിസിനസ്സിനെ കുറിച്ചിട്ടല്ല, നമ്മൾക്ക് കിട്ടുന്ന 5000 രൂപ ലാഭത്തിനെ കുറിച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ എന്ത് ബിസിനസ്സാണ്, അതെങ്ങനെയാണ്, എന്താ സംഭവം എന്നുള്ളതാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു ബിസിനസ് തന്നെയാണ്. പക്ഷേ ഇന്ന് നല്ല രീതിയിൽ മൂവ് ചെയ്യുന്ന, അല്ല നല്ല രീതിയിൽ ബിസിനസ് ചെയ്തെടുക്കാൻ കഴിയുന്ന ഒരു റീറ്റെയിൽ ഷോപ്പിനെ കുറിച്ചിട്ടാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ ഏറ്റവും വലിയ എനർജി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് വീഡിയോ കാണാൻ ശ്രമിക്കുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ദിസ് ഇസ് ഇക്ബാൽ ഹുസൈൻ. വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ നമ്മൾ ഒരു 5000 രൂപ നമുക്ക് ഡെയിലി വളരെ സിമ്പിളായിട്ട് ഒരു 5000 രൂപ എങ്ങനെ ഉണ്ടാക്കാം എന്നതിനെ കുറിച്ചിട്ട് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. അത് എന്ത് ബിസിനസ്സാണ്, എന്ത് കച്ചവടം ആണ് എന്നതിനെ കുറിച്ചിട്ട്. ഓക്കെ, അതിനു മുന്നേ ഞാൻ ഒരു കാര്യം നിങ്ങളെ വീണ്ടും ഓർമ്മപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. കാരണം വെച്ചാൽ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തപ്പോൾ ഞാനതിൽ ഒരു കാര്യം ഞാൻ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചെറിയ രീതിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 1000, 5000, 10000 എന്ന രീതിയിലൊക്കെ ഒരു ബിസിനസ് ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവും. അല്ലെങ്കിൽ ആ ഒരു എമൗണ്ട് റേസ് ചെയ്യാൻ കഴിയുന്ന ആളുകളുണ്ടാവും. പക്ഷേ ഈ ഒരു എമൗണ്ട് വെച്ചിട്ട് എങ്ങനെ നമുക്കൊരു ബിസിനസ് സെറ്റ് ചെയ്യാം. ചിലപ്പോൾ അവർക്ക് എല്ലാവർക്കും ബിസിനസ് ചെയ്ത് പറ്റണമെന്നില്ലല്ലോ. കാരണം വെച്ചാൽ ചിലപ്പോൾ 5000 രൂപക്കും 10000 രൂപക്കൊക്കെ നമുക്കൊരു ബിസിനസ് ചെയ്യാൻ പറ്റും. ഓൺലൈനിലും അല്ലെങ്കിൽ ഓഫ്ലൈനിലൊക്കെ നമുക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയും. ചെറിയ രീതിയിലൊക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയും. പക്ഷെ അതെല്ലാവർക്കും സക്സസ് ആവണമെന്നില്ല. കാരണം പലരുടെയും മൈൻഡും ഐഡിയയും ഒക്കെ വ്യത്യസ്തമാണ്. അപ്പോൾ നമ്മൾ ഇടുന്ന എഫേർട്ടും സ്ട്രാറ്റജീനെ പോലെ ഇരിക്കും നമ്മൾ ബിസിനസ് വിജയിക്കുന്നതും വിജയിക്കാതിരിക്കുന്നതൊക്കെ. അപ്പോൾ നോർമലി ഒരു 10000 രൂപ ഉണ്ടെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയും. പക്ഷേ 10000 രൂപ വെച്ച് ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ വിജയിക്കാത്തവരുമുണ്ട്. എന്നാൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് അറിയാത്തവരുമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളോട് ഞാൻ ഇന്നലത്തെ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, അങ്ങനെയുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കാം. അപ്പോൾ ഞാൻ അവർക്ക് ഒരു ഏർണിങ്സ് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഒരു വരുമാന മാർഗം ഉണ്ടാക്കാനുള്ള ഒരു ഓപ്ഷൻ ഞാൻ പറഞ്ഞു തരാം എന്നുള്ള ഒരു കാര്യം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോക്ക് ശേഷം എനിക്കൊരു ഏകദേശം ഒരു 30 അധികം അല്ലെങ്കിൽ ഒരു 32ഓളം മെസ്സേജുകൾ, കറക്റ്റ് ഞാൻ പറഞ്ഞത് ഒരു 32ഓളം മെസ്സേജ് എനിക്ക് കറക്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. എന്താണ് കാര്യം എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ വോയിസും കാര്യങ്ങളും എന്താണെന്നുള്ളത് പറഞ്ഞിട്ട് വോയിസ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അവരാണ് തീരുമാനിക്കേണ്ടത്. അപ്പോൾ ഇന്നും എനിക്കിപ്പോൾ രാവിലെ കുറച്ച് മെസ്സേജും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, എന്താണ് എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ നിങ്ങൾക്കും ഇനിയിപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ഐഡിയ, താല്പര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ മെസ്സേജ് അയക്കാം. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ചിട്ട് പറഞ്ഞുതരാം എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഞാൻ ഇന്നത്തെ ഒരു വീഡിയോ 5000 രൂപ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ കഴിയും എന്ന് പറയുന്നതിൻ്റെ ഈ ഒരു വീഡിയോ ഉണ്ടാക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഡെയിലി വിസിറ്റ് ചെയ്യുന്ന ഒരു ഷോപ്പിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്തിൻ്റെ ഒരു ഷോപ്പ്, മറ്റൊന്നല്ല മൊബൈൽ ആക്സസറി ഷോപ്പിനെ കുറിച്ചിട്ടാണ് നമ്മളിന്ന് പറയുന്നത്. അപ്പം മൊബൈൽ ആക്സസറി ഷോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഞാൻ ചെയ്യുന്ന വീഡിയോകളെല്ലാം ഒരു ബിസിനസ് റിലേറ്റീവ് വീഡിയോസാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും ഇങ്ങനെ വളരെ ചെറിയ മുതൽ മുടക്കിൽ നമുക്ക് തുടങ്ങാൻ കഴിയുന്ന ബിസിനസ്സുകൾ എന്തൊക്കെയാണെന്നുള്ളതിനെ കുറിച്ചിട്ട് ഞാനിങ്ങനെ സ്റ്റഡി ചെയ്യാറുണ്ട്.
മാത്രമല്ല വളരെ ചെറിയ മുതൽ മുടക്കിൽ തുടങ്ങിയിട്ട് നമുക്ക് അതിൽ നല്ല വരുമാനം അല്ലെങ്കിൽ ഭയങ്കര ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു റിട്ടേൺസ്, പല ബിസിനസ്സും പല രീതിയിലാണ്. ചിലത് ഭയങ്കര സ്ലോ റിട്ടേൺസ് ആവും നമുക്ക് കിട്ടുക, ചിലത് ഭയങ്കര ഫാസ്റ്റ് ആയിട്ടുള്ള റിട്ടേൺസ് കിട്ടും. അപ്പോൾ അതിലൊക്കെ വെച്ച് നോക്കിയപ്പോൾ വളരെ പെട്ടെന്ന് നമ്മളെ കൈകളിലേക്ക് നമ്മൾ ഒരു ചെറിയ രീതിയിൽ ഫണ്ട് മുടക്കി നമ്മൾ ആ ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ, സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നമ്മളിലേക്ക് ആ ഫണ്ട് തിരിച്ച് വരുന്ന ഒരു ഫ്ലോ ഉണ്ടാവുന്ന രീതിയിലുള്ള ഒരു ബിസിനസ് നോക്കിയപ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞ കുറച്ച് ബിസിനസ്സുകളുണ്ട്. അതിൽ ഏറ്റവും ഫസ്റ്റായിട്ട് അല്ലെങ്കിൽ ഏറ്റവും നമ്പർ 1 ആയിട്ട് നിൽക്കുന്ന ഒരു ബിസിനസ്സാണ് ഈ മൊബൈൽ ആക്സസറീസ് ഷോപ്പ് എന്നുള്ളത്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് അങ്ങനെ ഒരു ഷോപ്പ് നടത്തുന്നുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല രീതിയിലുള്ള ഷോപ്പ്. ഇപ്പോൾ നിങ്ങൾ വീഡിയോയിലൊക്കെ കാണുന്ന പോലത്തെ നല്ലൊരു ഷോപ്പ്. അപ്പോൾ ഞാൻ നോർമലി ഈ ബിസിനസ്സിൻ്റെ വീഡിയോസും ചെയ്യാൻ, അപ്പോൾ നിങ്ങൾ ഇതുപോലെ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിൻ്റെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നമ്മളെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ അത് ഉപകാരമാകും എന്നുള്ള രീതിയിൽ ഞാൻ ആ ബിസിനസ്സിൻ്റെ ഗുഡൻസും അവിടുത്തെ കച്ചവട കാര്യങ്ങളും അവിടുത്തെ രീതികളും കാര്യങ്ങളൊക്കെ കുറിച്ചിട്ട് അവിടുത്തെ പർച്ചേസിങ് മെത്തേഡും കാര്യങ്ങളൊക്കെ ഞാൻ അവരോട് അന്വേഷിക്കാറുണ്ട്. മിക്ക ദിവസങ്ങളിലും ഞാൻ വിസിറ്റ് ചെയ്യാറുള്ള ഷോപ്പും കൂടിയാണ്. അപ്പോൾ ഞാൻ അവരുടെ ബിസിനസ് പ്ലാൻ, അവിടെ നടക്കുന്ന ബിസിനസ്സിൻ്റെ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ചെക്ക് ചെയ്തിട്ട് കണ്ടിട്ടുണ്ട്, എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ കണ്ടിട്ടുള്ളത് ഓരോ ദിവസം നടക്കുന്ന ഒരു ബിസിനസ് എന്ന് പറയുന്നത് 26,000 ബിസിനസ് നടന്ന ദിവസമുണ്ട്, 20,000 ബിസിനസ് നടന്ന ദിവസമുണ്ട്, 12,000 ബിസിനസ് നടന്ന ദിവസമുണ്ട്, 15,000 ബിസിനസ് നടന്ന ദിവസമുണ്ട്, 10,000 ബിസിനസ് നടന്ന ദിവസമുണ്ട്, 8,000 ബിസിനസ് നടന്ന ദിവസമുണ്ട്. ഇങ്ങനെ പല രീതിയിലും ഒക്കെ ഒരു ഇപ്പോൾ പറഞ്ഞ പോലെ നല്ല സീസൺ ടൈമൊക്കെ, നല്ല ക്രൗഡുള്ള എന്തെങ്കിലും ഫംഗ്ഷൻ ടൈമൊക്കെയാണ്, നല്ല ഒരു ഫംഗ്ഷൻ ടൈമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിന് മുകളിലോട്ടും ബിസിനസ് കയറി പോകാനുള്ള അത്രയ്ക്കുമുള്ളൊരു സെൻ്ററാണ് കേട്ടോ. നല്ല ഹെവി ക്രൗഡുള്ള ഒരു ഏരിയ എന്നല്ല, പക്ഷെ ഒരു ആവറേജ് ക്രൗഡുള്ള ഒരു ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഷോപ്പാണിത്. അപ്പോൾ ഈ ഒരു ബിസിനസ് രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ 15,000 അല്ലെങ്കിൽ 16,000 12,000 ഒക്കെ നടക്കുന്ന ബിസിനസ്സിൽ, അതും മൊബൈൽ ആക്സസറി ഷോപ്പാണ്. അപ്പോൾ ഓരോ ദിവസം നടക്കുന്ന ഒരു ബിസിനസ്സാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഈ ഒരു മൊബൈൽ ആക്സസറീസിൻ്റെ ഒരു ബിസിനസ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് 50% മുതൽ ഒരു 200% വരെയൊക്കെ ലാഭം കിട്ടുന്ന ഒരു ഷോപ്പാണ്, ഒരു പരിപാടിയാണിത്. ഓക്കെ, 50% മുതൽ 200% വരെ നമുക്ക് ലാഭം ഉള്ള ഒരു പ്രൊഡക്റ്റാണ് ഈ മൊബൈൽ ആക്സസറീസ് എന്ന് പറയുന്നത്. നമുക്ക് പലർക്കും ആ ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് അറിയാം, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയുന്ന ആളുകൾക്ക് അറിയാൻ പറ്റും. വളരെ നല്ല പ്രോഫിറ്റുള്ള, നല്ല ലാഭം എടുക്കാൻ കഴിയുന്ന ഒരു ബിസിനസ്സാണ് ഈ മൊബൈൽ ആക്സസറീസ് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഒരു 10,000 രൂപയുടെ ബിസിനസ് ഒരു ദിവസം നടന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു കണ്ണടച്ചിട്ട് നമ്മളിപ്പോൾ അതിൻ്റെ എല്ലാ എക്സ്പെൻസും നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ, നമ്മളതിൻ്റെ ഇലക്ട്രിസിറ്റി ബില്ല്, കറണ്ട് ചാർജ്, അതേപോലെ തന്നെ നമ്മൾ അവിടെ ഒരു സ്റ്റാഫോ അല്ലെങ്കിൽ 2 സ്റ്റാഫ് ഉണ്ടെങ്കിൽ, ഇപ്പം ഞാൻ ഈ പറയുന്ന ഷോപ്പ് എന്ന് പറയുന്നത് ഒരു സ്റ്റാഫ് വർക്ക് ചെയ്യുന്ന ഷോപ്പാണ്. അപ്പം നോർമലി അവിടുത്തെ ഒരു സ്റ്റാഫിൻ്റെ സാലറി മാറ്റി വെച്ച് കഴിഞ്ഞാൽ, പിന്നെ അതുപോലെ അവിടുത്തെ ഒരു പർച്ചേസിങ് ഒരു ക്യാപിറ്റലും കൂടി മാറ്റി വെച്ച് കഴിഞ്ഞാൽ പോലും ഒരു 10,000 രൂപ ഡെയിലി ബിസിനസ് നടന്നു കഴിഞ്ഞാൽ 100% 5,000 രൂപ എന്നുള്ളത് നമുക്ക് മാറ്റി വെക്കാൻ കഴിയുന്ന ഒരു കച്ചവടമാണ്. അപ്പോൾ നോർമലി ഒരു 12,000 15,000 20,000 ഒക്കെ കച്ചവടം നടക്കുമ്പോൾ നമുക്ക് ആലോചിച്ചാൽ അറിയാം 10,000 രൂപയും അല്ലെങ്കിൽ 15,000 രൂപ ഒക്കെ നമുക്ക് മാറ്റി വെക്കാൻ കഴിയുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ ഞാൻ നോർമലി ഏറ്റവും ബേസായിട്ട് അവിടെ ഈ ഷോപ്പിൽ നടക്കുന്ന ഏറ്റവും വളരെ കുറവ് ബിസിനസ്സിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു കണക്ക് പറഞ്ഞത് 5,000 രൂപ എന്നുള്ളത്. അപ്പോൾ ഒരു ദിവസം ഒരു 10,000 രൂപ കച്ചവടം നടന്നു കഴിഞ്ഞാൽ 100% ഒരു എനക്കവും ഇല്ലാത്ത രീതിയിൽ നമുക്കൊരു 5,000 രൂപ നമുക്ക് പ്രോഫിറ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് മാറ്റിവെക്കാൻ കഴിയും. അത് ഈ മൊബൈൽ ആക്സസറീസിൻ്റെ കാര്യത്തിലാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ബിസിനസ്സാണ് ഈ ഒരു മൊബൈൽ ആക്സസറി ഷോപ്പ് എന്നുള്ളത്. ഇത് നിങ്ങൾക്ക് തുടങ്ങണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ വളരെ ചെറിയ മുതൽ മുടക്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയും. ഓക്കെ, ഇപ്പം നമ്മളൊരു നമ്മുടെ നാട്ടിൻപുറത്തുള്ള ഒരു സെൻറ്ററിലൊക്കെയാണ് നമ്മൾ ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടിപ്പോയി കഴിഞ്ഞാൽ നമ്മളെ ഒരു റൂം അഡ്വാൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 25,000 രൂപ അങ്ങനെയൊക്കെയാണ് വരുള്ളൂ. കൂടിപ്പോയി കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ടൗണൊക്കെ വലിയ ടൗണിൽ പോലും നമുക്ക് 50,000 രൂപ മുതൽ 1,00,000 രൂപ വരെയൊക്കെ അഡ്വാൻസ് എമൗണ്ട് വരുള്ളൂ. അപ്പോൾ നോർമലി നമ്മളൊക്കെ നാട്ടുപ്രദേശത്ത് ഒരു സെൻറ്ററൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 25,000 രൂപയിലൊക്കെ അഡ്വാൻസ് വെക്കും. ഓക്കെ, പിന്നെ നമ്മൾക്ക് അവിടെ വരുന്ന ഒരു എക്സ്പെൻസ് എന്ന് പറയുന്നത് ഇതിനെ കുറച്ച് നല്ല രീതിയിലൊന്ന് ഒന്ന് ഫർണിഷ് ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കബോർഡും അല്ലെങ്കിൽ റാക്കും കാര്യങ്ങളും ഗ്ലാസ്സിലൊക്കെ ചെയ്യേണ്ടി വരും. ചിലപ്പോൾ അലുമിനിയം ഫാബ്രിക്കേഷൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെറിയ രീതിയിലൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ കഴിയും.
കുറച്ച് ലൈറ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവരേണ്ട സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ. അത് നമുക്ക് കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു 10-15 രൂപയിൽ നമുക്ക് അത് ഒതുക്കാൻ കഴിയും. പിന്നെ നമ്മൾക്ക് ആവശ്യമുള്ളത് ആകെ ഒരു പർച്ചേസിങ് എമൗണ്ട് ആണ്. ഈ പർച്ചേസിങ് എമൗണ്ട് എന്ന് പറയുന്നത് നമുക്കറിയാം 10 രൂപയും 20 രൂപയും 5 രൂപയും 25 രൂപ 30 രൂപയൊക്കെ വരുന്നുള്ളൂ ഇതിൻ്റെ ഒരു അസൽ റേറ്റ് എന്ന് പറയുന്നത് ഓരോ പ്രൊഡക്റ്റിൻ്റെയും. ഇതൊക്കെ നമ്മൾക്ക് നമ്മുടെ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ കസ്റ്റമർ റേറ്റ് എന്ന് പറയുന്നത് 100 രൂപ 150 രൂപ 200 രൂപയ്ക്കാണ്. അപ്പോൾ അത്രത്തോളം പ്രോഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 100-200% ലാഭം കിട്ടുന്ന പ്രൊഡക്റ്റുകളാണ് മിക്കതും. നമുക്കറിയാം മൊബൈൽ ബാക്ക് കവർ, മൊബൈൽ കേസുകൾ, ടെമ്പർ ഗ്ലാസുകൾ, ചാർജർ, കേബിളുകൾ, അപ്പോൾ ഇതുപോലുള്ള എല്ലാ ഐറ്റംസ് മൊബൈൽ റിലേറ്റീവ് ആയിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഇതൊക്കെ നല്ല രീതിയിൽ ലാഭം കിട്ടുന്ന പ്രൊഡക്റ്റുകളാണ്. അപ്പോൾ നമ്മൾക്കൊരു 10,000 രൂപ ഒരു ദിവസം ഒരു കടയിൽ ബിസിനസ് നടന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് 5,000 രൂപ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മാറ്റി വെക്കാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഈ 10,000 രൂപ എന്നുള്ളത് ഞാൻ എൻ്റെ ഒരു ഏറ്റവും വീണ്ടും പറയുന്നു, അത് ഏറ്റവും മിനിമം ബേസിൽ നിന്നുകൊണ്ടാണ് പറയുന്നത്. അത് നിങ്ങൾക്ക് 20,000 ആവാം, 15,000 ആവാം, 30,000 ആവാം. അത് നമ്മുടെ ഏരിയന് നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിനും സ്ട്രാറ്റജിനൊക്കെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും ആ ഒരു ബിസിനസ് നടക്കുക. എന്നാൽ ഈ നമ്മൾ വിൽക്കുന്ന ഈ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എല്ലാ ആളുകൾക്കും, ചെറിയ കുട്ടികൾ മുതൽ സ്കൂൾ സ്റ്റുഡൻസ് മുതൽ വലിയവർ വരെ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണുമായി ബന്ധപ്പെട്ടുള്ള പ്രൊഡക്റ്റ് ആയതുകൊണ്ട് എല്ലാവർക്കും ആവശ്യമുള്ള ഒരു പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഗ്രോ ചെയ്യാനും നല്ല രീതിയിൽ മൂവ് ചെയ്യാനും പെട്ടെന്ന് റിട്ടേൺസ് ഉണ്ടാക്കാനും നമ്മൾ മുടക്കിയ മുതൽ പെട്ടെന്ന് തിരിച്ച് നമ്മളെ കയ്യിലേക്ക് പെട്ടെന്ന് വരാൻ സാധ്യതയുള്ള ഒരു ബിസിനസ്സാണ് ഈ മൊബൈൽ ആക്സസറി ഷോപ്പ് എന്നുള്ളത്. നമ്മൾക്ക് ചുരുക്കി പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് 1,00,000 രൂപയൊക്കെ നമുക്ക് മുടക്കാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ, നമുക്ക് 1,00,000 രൂപയൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ, അത്യാവശ്യം കാണാൻ ഭംഗിയുള്ള നല്ല രീതിയിലുള്ള ഒരു മൊബൈൽ ഷോപ്പ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെറ്റ് ചെയ്തെടുക്കാൻ കഴിയും. വിത്ത് സ്റ്റോക്ക് അടക്കണം. ഞാൻ പറഞ്ഞിട്ടാ ചെറിയ രീതിയിലാണ് ഞാൻ പറഞ്ഞത്. ഈ ഒരു ഷോപ്പിൽ നമുക്കൊരു ദിവസം ഒരു 10,000 രൂപയോ അല്ലെങ്കിൽ ഒരു 8,000 രൂപയോ 12,000 രൂപയോ 15,000 രൂപയ്ക്ക് ബിസിനസ് നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ നേർപകുതി നമുക്ക് മാറ്റിവെക്കാൻ കഴിയും. ഈ പറയുന്ന പോലെ നമുക്കൊരു 5,000 രൂപ ദിവസം മാറ്റിവെക്കാൻ കഴിഞ്ഞാൽ ഒരൊറ്റ മാസം കൊണ്ട് നമ്മൾ മുടക്കിയ മുതൽ 1,00,000 രൂപ എന്നുള്ളത് നമ്മൾക്ക് 1,50,000 രൂപയായിട്ട് നമ്മൾക്ക് ഒരൊറ്റ മാസം കൊണ്ട് നമ്മൾക്ക് തിരിച്ചു വരും. അതും ഞാൻ പറയുന്നത് വെറും പ്രോഫിറ്റ് ബേസിലാണ് പറയുന്നത്. നമുക്ക് മൊത്തം ബിസിനസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 10,000 രൂപ ആവറേജ് ബിസിനസ് പിടിച്ചു കഴിഞ്ഞാൽ 12, 8, 10, 15 വെച്ച് മാറ്റി നമ്മളൊരു ആവറേജ് ബിസിനസ് പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് 10,000 രൂപ ആവറേജ് ബിസിനസ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ബിസിനസ് ലെവലിൽ നമ്മൾക്കൊരു 3,00,000 രൂപ നമുക്ക് ബിസിനസ് ചെയ്ത് കിട്ടും. ഇതിൽ നിന്ന് നമുക്ക് തീർച്ചയായിട്ടും 1,50,000 രൂപ നമുക്ക് മാറ്റി വെക്കാൻ പറ്റും. മനസ്സിലായില്ലേ? 1,50,000 അല്ല, നമുക്കതിൽ കൂടുതൽ മാറ്റി വെക്കാൻ കഴിയും. അപ്പോൾ ഞാൻ പറയുന്നത് നമുക്കതിനെ ഓവറാക്കി പറഞ്ഞിട്ട് വലിയ രീതിയിൽ അതിനെ ആർഭാടമാക്കി പറയാതെ ഞാൻ ഈ ഒരു ബേസ് മോഡൽ പറയുന്നത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഇതിലും കൂടുതൽ നമ്മൾക്കതിനെ കിട്ടുമ്പോൾ നമ്മൾക്ക് ഒന്നുകൂടി കോൺഫിഡൻറ്റും കാര്യങ്ങളൊക്കെ വർദ്ധിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഏറ്റവും മിനിമം ലെവലിൽ നിന്നുകൊണ്ട് പറയുന്നത്. അപ്പോൾ നല്ല രീതിയിൽ നിങ്ങൾ മുടക്കിയ മുതൽ ഒരൊറ്റ മാസം കൊണ്ട് തിരിച്ച് തരാൻ കഴിയുന്ന ഒരു ബിസിനസ്സാണ് മൊബൈൽ ആക്സസറി ഷോപ്പ് എന്നുള്ളത്. ഇത് ഞാൻ പറഞ്ഞത് ഇപ്പം ഞാൻ ഇന്ന് ഈ പറയുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം എങ്ങനെയാണ് ഒരു ഷോപ്പൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ നേരിട്ട് കണ്ടിട്ടുള്ള ഞാൻ ഈ പറയുന്ന ഷോപ്പിൻ്റെ വീഡിയോസാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നേരിട്ട് ഞാൻ കണ്ട് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിപ്പോൾ നിങ്ങളുടെ ഈ ബിസിനസ് സംസാരിച്ചത്. അപ്പോൾ ചെറിയ രീതിയിലൊക്കെ നിങ്ങൾക്കിപ്പോൾ ഇപ്പോൾ പറഞ്ഞ പോലെ 1,00,000 രൂപയൊക്കെ മുടക്കി നിങ്ങൾക്കൊരു 1.5 മുടക്കിയാലും നിങ്ങൾക്ക് നല്ല രീതിയിൽ അതിനെ ഒരു ബിസിനസ് ഒരു ഷോപ്പ് സെറ്റ് ചെയ്യാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ ഒരൊറ്റ മാസം 2 മാസം കൊണ്ട് നിങ്ങൾ മുടക്കിയ മുതൽ നിങ്ങൾക്ക് തിരിച്ച് നിങ്ങളുടെ കയ്യിലെത്തും. പിന്നെ അങ്ങോട്ട് നിങ്ങൾ ചെയ്യുന്ന എല്ലാ ദിവസത്തെ ബിസിനസ്സും എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രോഫിറ്റ് മാത്രമാണ്. എല്ലാവരും നിങ്ങളെ ഷോപ്പ് നിൽക്കുന്നതും പ്രോഫിറ്റിലാണ്, നിങ്ങളെ സ്റ്റോക്ക് ഇരിക്കുന്നതും പ്രോഫിറ്റിലാണ്, നിങ്ങൾ എടുക്കുന്നത് പോലും പ്രോഫിറ്റാണ്, നിങ്ങൾ നീക്കി വെക്കുന്നതും പ്രോഫിറ്റാണ്. അപ്പോൾ നല്ല രീതിയിൽ വിജയിപ്പിച്ചെടുക്കാൻ കഴിയുന്ന ഒരു ബെസ്റ്റ് ബിസിനസ്സാണ് മൊബൈൽ ആക്സസറി ഷോപ്പ് എന്നുള്ളത്. അത് ഞാൻ നേരിട്ട് കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പം നിങ്ങളുമായിട്ട് ഞാൻ ഈ ബിസിനസ് ഷെയർ ചെയ്തത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ മനസ്സിലായിട്ടുണ്ടാവുന്നതായിരിക്കുന്നു, കാര്യം പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവുന്നതായിരിക്കുന്നു. വളരെ നല്ല ഒരു സംഭവം കേട്ടോ. പുതിയതായിട്ട് ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്തെടുക്കുക. ഇനിയും ഞാൻ ഇതുപോലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ആ വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന്
എനാബിൾ ചെയ്തേക്കുക. അപ്പോൾ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ചെറിയ ഒരു മുതൽ മുടക്കും കാര്യങ്ങളൊക്കെ ഉള്ള രീതിയിൽ ഒരു 5000, 1000, 10000 ഒക്കെ രീതിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ബിസിനസ് മൂഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ മാറ്റി കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വാട്സപ്പ് നമ്പർ കൊടുക്കാം. വാട്സപ്പിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. ഒരുപാട് ആളുകൾ അത് കോൺടാക്ട് ചെയ്തിരിക്കുന്നുണ്ട്, ഒരുപാട് ആളുകൾ അതിന് നല്ല അഭിപ്രായം പറഞ്ഞവരുണ്ട്, ഒരുപാട് ആളുകൾ അതിന് താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നല്ല രീതിയിൽ സക്സസ് ആവുകയാണെന്നുണ്ടെങ്കിൽ അതൊരു വലിയ വിജയമായിട്ട് മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ.